ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഫുൾ ഫോക്കസ് ഈ വീഡിയോയിലായിരിക്കണം. പിന്നെ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം പോലെ നമ്മുടെ എല്ലാവരുടെ കൺമുന്നിൽ കൂടെ പോകുന്ന ആ ഒരു കാര്യത്തിനുള്ളിൽ ഇത്രയും വലിയ രഹസ്യം ഒളിപ്പിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പയ്യെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മിക്കവരുടെ ജീവിതത്തിലത്തെ ആദ്യത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാനാണ്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാനാണ് ശരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു പഠനം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ യൂണിവേഴ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പല പല നമ്പേഴ്സും കിട്ടുന്നത്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ പോലും കിട്ടുന്നത് ഈ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ നമ്പറുകൾക്കിടയിൽ ഒരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. ബാക്കിയുള്ള നമ്പറുകളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വില്ലൻ ഇതിന്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണം, എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ മതി. നിങ്ങൾ 1 എന്നുള്ള നമ്പർ കൺസിഡർ ചെയ്യുക. ആ 1ന്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് 1 + 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഈ 2ന്റെ ഡബിൾ എത്രയായിരിക്കും? 2 + 2 4 ആയിരിക്കും. ഈ 4ന്റെ ഡബിൾ എത്രയായിരിക്കും? 8 ആയിരിക്കും. 8ന്റെ ഡബിളോ 16. അങ്ങനെ പോയി നമുക്ക് ഒരുപാട് സീരീസ് ഓഫ് നമ്പേഴ്സ് കിട്ടും. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് 256 വരെ കൺസിഡർ ചെയ്യാം. ഇനി നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 മാത്രമാണ്. അതിൻ്റെയോടൊപ്പം തന്നെ വേറൊരു സംഖ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ 1 + 0 എന്ന് കൺസിഡർ ചെയ്യാം. അതായത് 1 തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സംഖ്യ എടുക്കുകയാണെങ്കിൽ അത് 2 തന്നെയാണ്. അപ്പോൾ വേറൊരു സംഖ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 + 0 എന്ന് കൺസിഡർ ചെയ്യാം. അത് 2 തന്നെയാണ്. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും. 8 എന്ന് പറയുന്നത് 8 തന്നെയായിരിക്കും. അതിനുശേഷം വരുന്ന നമ്പറാണ് 16. 16ന്റെ സബ് എന്ന് പറയുന്നത് 1 + 6 എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതിനുശേഷം വരുന്നത് 32 ആണ്. അതായത് 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ 64 സമ്മ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടും. ഇവിടെ 2 സംഖ്യ വരുന്നത് കൊണ്ട് തന്നെ 1 0 നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായിരിക്കും കിട്ടുക? നമുക്ക് ഇവിടെ 1 കിട്ടും. ഇനി അടുത്ത നമ്പറാണ് 128. അതിന് സമ്മ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് 1 + 2 + 8, അതായത് 11 ആയിരിക്കും കിട്ടുന്നത്. ഇനി 11ന്റെ സമ്മ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കിട്ടും. അങ്ങനെ ഈ പാറ്റേൺ ഇൻഫിനിറ്റിയിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തേ പോകുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിക്കുന്നുണ്ടോ? അതായത് ആദ്യത്തെ 6 നമ്പർ, അതായത് 1, 2, 4, 8, 7, 5, ഇതേ സെയിം 6 നമ്പേഴ്സ് തന്നെയാണ് വീണ്ടും അടുത്ത 6 നമ്പേഴ്സ് ആയിട്ട് റിപ്പീറ്റ് ആയി വരുന്നത്. അതേ സെയിം 6 നമ്പർ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ആയി വരുന്നത്. അതായത് 1, 2, 4, 8, 7, 5 എന്ന് പറയുന്ന ആ 6 നമ്പേഴ്സ് തന്നെയാണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകൊണ്ടിരിക്കുന്നതോറും ഈ ഒരു നമ്പർ തന്നെയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്ന 6 നമ്പേഴ്സിനെ ഒറ്റയ്ക്ക് നിർത്തി നോക്കാം. ഇതിന്റെ അകത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇല്ലാത്തത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. അതായത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇതിനകത്ത് മിസ്സിംഗ് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇവിടെ 3 കാണാൻ പറ്റില്ല, 6 കാണാൻ പറ്റില്ല, പിന്നെ 9 കാണാൻ പറ്റില്ല. അതായത് 3, 6, 9 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സും അതിൻ്റെതായിട്ടുള്ള സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 3 നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ബാക്കിയുള്ള നമ്പേഴ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് കിടക്കുന്ന 3 നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം, നമുക്ക് നേരത്തെ കിട്ടിയ ആ 6 നമ്പേഴ്സ് ഇല്ലേ, അത് ശരിക്കും 3 ഡയമെൻഷനിൽ, അതായത് നമ്മുടെ ആ ഒരു ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പറാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിലില്ലാത്ത 3 നമ്പേഴ്സ്, അതായത് 3, 6, 9 എന്ന് പറയുന്നത് വേറൊരു ഡയമെൻഷനുള്ള ഒരു നമ്പർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോ ഈ 3, 6, 9 എന്ന് പറയുന്നത് വേറെ ഏതോ ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു നമ്പർ ആണെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും? അതിന് എന്താണ് ഇപ്പൊ ഇത്ര ഗ്യാരണ്ടി? കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 നമ്പേഴ്സിലത്തെ ആദ്യത്തെ നമ്പർ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് 3 കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പരിപാടി ഇവിടെ ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 24 ആയിരിക്കും. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 48 ആയിരിക്കും. അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 96 ആയിരിക്കും. അതങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിങ്ങനെ പോകും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് സംഖ്യകൾ തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ അഡീഷൻ എന്ന് പറയുന്നത് 3 + 0, അതായത് 0 നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ 3 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും. മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. അതായത് 1 + 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. നാലാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 24 ആണ്. അതായത് 2 + 4 എന്ന് പറയുന്നത് 6 ആയിരിക്കും.
അഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 48 ആണ്. അതായത് 4 + 8 എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 12ന്റെയും അഡീഷൻ നമ്മൾ എടുക്കണം. അതായത് 1 + 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അങ്ങനെ പോയി ഇത് ഇൻഫിനിറ്റി വരെ പോകുന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു അഡീഷനിൽ നിന്ന് കിട്ടിയ നമ്പേഴ്സ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൽ നിന്ന് ഒബ്വിയസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 3ഉം 6ഉം മാത്രമാണ്. അതായത് എവിടെ നോക്കിയാലും 3ഉം 6ഉം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ 3 എന്നുള്ള സംഖ്യയുടെ അവസ്ഥ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത സംഖ്യ എടുക്കാം, 6 എടുക്കാം. 6 എന്നുള്ളത് 3ന് ഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3ൽ കിട്ടിയ അതേ റിസൾട്ട് തന്നെ ആയിരിക്കും 6ലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് സെയിം റിസൾട്ട്, അതായത് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ആയിട്ടുള്ള 3ഉം 6ഉം നമുക്ക് 6ൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് മൾട്ടിപ്ലിക്കേഷനിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ ഡിവിഷനിൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 എന്നുള്ള നമ്പർ എടുക്കുക. അതിന്റെ പകുതി എന്തായിരിക്കും? 0.5 ആയിരിക്കും. 0.5ന്റെ അഡീഷൻ എന്തായിരിക്കും? 0 + 5, അതായത് 5 ആയിരിക്കും. ഇനി 0.5 പകുതിയാക്കിയാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 0.25 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ 0.25യുടെ അഡീഷൻ എന്തായിരിക്കും? 0 + 2 + 5, അതായത് 7 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇനി 0.25യുടെ പകുതി എന്തായിരിക്കും? 0.125 ആയിരിക്കും. അപ്പൊ ഇതിന്റെ സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? 0 + 1 + 2 + 5, അതായത് 8 ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ കിട്ടിയ അതേ വാല്യൂസ് തന്നെയാണ് നമുക്ക് ഡിവിഷനിലും കിട്ടുന്നത്. ഇതിങ്ങനെ പോയി എത്ര ഡെസിമൽ പ്ലേസസ് വരെ പോവുകയാണെങ്കിലും ഇതേ സംഭവം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതായത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിന്റെ അകത്തും എക്സെപ്ഷൻ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 3ഉം 6ഉം 9ഉം ആയിരിക്കും. അതായത് ഈ 3 നമ്പേഴ്സ് ആണ് ഇതിന്റെ അകത്തും ഇല്ലാത്തത്. ഇത് തന്നെ 3ന്റെ കാര്യത്തിൽ എടുക്കാൻ പറ്റാത്തത് 3ന്റെ പകുതി എന്ന് പറയുന്നത് 1.5ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ എടുക്കാൻ പറ്റും. അത് തന്നെ 6ന്റെ കാര്യത്തിൽ എടുക്കാൻ പറ്റും. അതായത് ഇത് ശരിക്കും യൂണിവേഴ്സൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും 3ഉം 6ന്റെ റിപ്പീറ്റഡ് സൈക്കിൾ ആണ് നമുക്ക് ശരിക്കും ഇവിടെ കിട്ടുക. ഇനി ഇവിടെ ആകെ ബാക്കി എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അതായത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു വില്ലനില്ലേ, അത് ഇവനാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 9 എന്ന് പറഞ്ഞ നമ്പറോടെ കൺസിഡർ ചെയ്യാം. 9ന്റെ ഇരട്ടി എത്രയായിരിക്കും? 18 ആയിരിക്കും. 18ന് ഡബിൾ എത്രയായിരിക്കും? 36 ആയിരിക്കും. 36ന് ഡബിൾ എത്രയായിരിക്കും? 72 ആയിരിക്കും. അങ്ങനെ ഈ നമ്പേഴ്സ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടോ. ഇനിയിപ്പോ 9ന്റെ സം എടുക്കുക. അതായത് 9 + 0 എന്ന് പറയുന്നത് 9 തന്നെയായിരിക്കും. 18ന്റെ സം എടുക്കുക. 1 + 8 എന്ന് പറയുന്നത് 9 തന്നെയാണ്. 36ന്റെ സം എടുക്കുക. 3 + 6 എന്ന് പറയുന്നത് 9 തന്നെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സംഭവം ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എത്ര പോയി കഴിഞ്ഞാലും ഇതിന്റെ സമ്മ് അവസാനം നമുക്ക് കിട്ടുന്നത് 9 എന്നുള്ള നമ്പർ തന്നെയാണ്. അതായത് 9 എന്നുള്ള നമ്പർ 9നെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു 3ഉം 6ന്റെ സംഭവമില്ലേ, അത് എങ്ങനെയൊക്കെ ചെയ്താലും അവസാനം 3ഉം 6 എന്നുള്ള നമ്പറിന് റിപ്പീറ്റ് ചെയ്താ വരുന്നത്. അതായത് 3ഉം 6 എന്നുള്ള നമ്പേഴ്സും അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. അതായത് 3 ഉണ്ടെങ്കിലേ 6 ഉള്ളൂ, 6 ഉണ്ടെങ്കിലേ 3 ഉള്ളൂ. പക്ഷെ 9ന്റെ കേസ് അതല്ല. 9 9നെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വെക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് റിഡിൽസും ഒരുപാട് ഇങ്ങനെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ശരിക്കും നമ്പേഴ്സിൽ മാത്രമല്ല ഉള്ളത്. നമ്മുടെ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഈ ഒരു നമ്പർ നമുക്ക് ഒഴിവാക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരിക്കലും നമുക്കത് പറ്റില്ല. വളരെ സിമ്പിൾ എക്സാമ്പിളിനെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രീസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 360 എന്നുള്ള ഒരു സംഖ്യയുടെ അഡീഷൻ എന്തായിരിക്കും? 3 + 6 + 0 എന്തായിരിക്കും? 9 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സർക്കിൾ പോട്ടെ, നമുക്ക് സെമി സർക്കിൾ എടുക്കാം. അതായത് സർക്കിളിന്റെ പകുതിയുടെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രീസ് ആണ്. 1 + 8 + 0 എത്രയാണ്? 9 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോ ആ പകുതി സർക്കിൾ എടുത്തിട്ട് ഞാൻ പിന്നെയും പകുതി ആക്കി കഴിഞ്ഞാൽ ഈ 180ന്റെ പകുതി ആയിട്ട് അതിന്റെ ആംഗിൾ മാറും. അതായത് 90 ഡിഗ്രീസ് ആയിട്ട് മാറും. അതായത് ഒരു സർക്കിളിന്റെ ഒരു ക്വാഡ്രന്റ് ആയിട്ട് മാറും. അപ്പോൾ 90 ഡിഗ്രിയുടെ സം എത്രയാണ്? 9 + 0 എന്ന് പറയുന്നത് 9 തന്നെയാണ്. ഇനിയിപ്പോ അത് നിങ്ങൾ പിന്നെ ഒന്ന് പകുതിയാക്കി നോക്കുക. അതായത് 90യുടെ പകുതി എത്രയാണ്? 45 ഡിഗ്രീസ് ആയിരിക്കും. അപ്പൊ 45യുടെ സം എത്രയാണ്? 4 + 5 എന്ന് പറയുന്നത് 9 തന്നെയാണ്. ഇനി അതിന്റെ പകുതി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 കിട്ടും. അതിന്റെ പകുതി എടുത്ത് നോക്കിയാലും 9 കിട്ടും. അതിന്റെ പകുതി എടുത്ത് നോക്കിയാലും 9 കിട്ടും. നിങ്ങൾക്ക് ഒരിക്കലും 9 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇതേ കേസ് തന്നെയാണ് ഏതൊരു ഷേപ്പിന്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ ഏത് ഷേപ്പ് ആണെങ്കിലും പ്രശ്നമില്ല. ആ ട്രയാങ്കിളിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 180ന്റെ ആ ഒരു സം എന്ന് പറയുന്നത് ശരിക്കും 9 തന്നെയായിരിക്കും.
അതേ സിറ്റുവേഷൻ തന്നെയാണ് സ്ക്വയറിനും റെക്ടാംഗിളിനും പോളിഗണിനും ഹെക്സഗണിനും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എത്ര സൈഡുള്ള ഒരു ഫിഗർ ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ആംഗിളിന്റെ സം എന്ന് പറയുന്നത്, അത് പകുതി ആക്കിയാലും എങ്ങനെ ആക്കിയാലും അതിന്റെ സം എന്ന് പറയുന്നത് 9 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഷേപ്പുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്ന നമ്പേഴ്സിൽ മാത്രമുള്ള ഒരു രഹസ്യമാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിൽ മാത്രമല്ല ഉള്ളത്. ഹിന്ദു മിത്തോളജിയും ഹിന്ദു ബിലീഫ്സും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓംകാരം എന്നുള്ള ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഓം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെ ബിലീഫ് അനുസരിച്ച് ഓംകാരം ചൊല്ലുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു പെർട്ടിക്കുലർ വേ ഉണ്ട്. ഈ രീതിയിൽ നമ്മൾ റിസൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 432 ഹെർട്സ് ആയിരിക്കും. ഇനിയിപ്പോ 432യുടെ സം എത്രയായിരിക്കും? 4 + 3 + 2 എന്ന് പറയുന്നത് 9 തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പിരമിഡ്സ് ഒരു പവർ പ്ലാന്റ് ആണെന്നുള്ള ഒരു തിയറി ഞാൻ എവിഡൻസോടൊക്കെ പറയുന്നുണ്ട്. അത് എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതൊരു തിയറി മാത്രമാണ്, ഓക്കെ, സമ്മതിച്ച്. അതിലൂടെ പിരമിഡ്സ് നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ ഈക്വലൈസ് ആവുകയാണെങ്കിൽ അതൊരു തരത്തിലുള്ള പവർ പ്ലാന്റുള്ള വർക്ക് ചെയ്യാനുള്ള സാധ്യതയെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 432 ഹെർട്സ് ആണ്. അതായത് 4 + 3 + 2 എന്ന് പറയുന്നത് വീണ്ടും 9 തന്നെയാണ്. പക്ഷെ അത് അവിടെ കൊണ്ടും കഴിയുന്നില്ല. നമ്മളെല്ലാവരും മുന്നിലോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു മാജിക്കൽ ഫോഴ്സ് തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതായത് മുന്നോട്ട് മാത്രം പോകുന്ന ഒരു സംഭവമാണ് ശരിക്കും ടൈം എന്ന് പറയുന്നത്. നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്തിന്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ജനറലി ഒരു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 60 സെക്കൻഡ്സ് ആണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 × 60 സെക്കൻഡ്സ്, അതായത് 3600 സെക്കൻഡ്സ് ആണ്. ഇനി 3600 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3 + 6 + 0 + 0 എന്ന് പറയുന്നത് വീണ്ടും 9 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് 24 മണിക്കൂറല്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയൊക്കെ പോയുന്നുണ്ട്. പക്ഷെ ജനറലി 24 മണിക്കൂറാണ് ഒരു ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ 24 മണിക്കൂർ എന്ന് പറയുന്നത് 86,400 സെക്കൻഡ്സ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ സംഭവം എടുത്ത് നോക്കാം. അതായത് 8 + 6 + 4 + കുറെ പൂജ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് 18 എന്നുള്ള നമ്പറാണ്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 18നെ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 9 ആയിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോ ഒരാഴ്ച നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ 0 എന്നുള്ള നമ്പർ ഇവിടെ പോയി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞായിരുന്നു, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 0 എവിടെ പോയി എന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇനി നമ്മൾ 0 ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ കൺസിഡർ ചെയ്യുക. ഒരു റാൻഡം നമ്പർ തലയിലേക്ക് പറഞ്ഞ ഒരു 1010 കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിന്റെ അകത്ത് 2 പൂജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 + 0 + 1 + 0, അതായത് 2 ആയിരിക്കും. ഇനി നമ്മുടെ വില്ലനെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരാം. അതായത് എവിടെയൊക്കെ 0 ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ വില്ലനെ കയറ്റി വെക്കാം. അതായത് 1010ക്ക് പകരം 1919 നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഈ നമ്പറുകളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് 1 + 9 + 1 + 9 എന്നുള്ള രീതിയിൽ ആക്കാം. അതായത് നമുക്ക് ഇവിടെ 20 എന്നുള്ള നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ഈ 20നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുക. അതായത് 2 + 0 എന്ന് പറയുന്നത് നമുക്ക് 2 കിട്ടും. ഈ 2 തന്നെയല്ലേ നമ്മുടെ ഒറിജിനൽ നമ്പറിന്റെ സമ്മിൽ നമുക്ക് കിട്ടിയത്. അതായത് 1010ന്റെ സം എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഈ ഇമ്പോസ്റ്റർ, അതായത് നമ്മുടെ വില്ലനെയും കൂടി കൂട്ടി ചേർത്തപ്പോൾ നമുക്ക് പിന്നെയും കിട്ടിയത് 2 തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ എടുക്കുക. അതായത് 0 വരുന്ന ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ എടുക്കുക. ഇപ്പൊ ഒരു 10 കോടി 20 കോടി അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. അതിന്റെ അകത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സം തന്നെയായിരിക്കും കിട്ടുക. അതായത് 9 എന്നുള്ള ഒരു നമ്പർ ഇല്ലേ, അത് ഒരു കാലത്ത് ചേഞ്ച് ചെയ്യില്ല. അത് നമ്മൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് നോക്കിയാലും ആ ഒരു നമ്പർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ്, 9ന്റെ ഒപ്പം നമ്മൾ എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ സം എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. അതായത് 9 × 2 എത്രയാണ്? 18. ആ 18ന്റെ സം എത്രയാണ്? 9 ആയിരിക്കും. അപ്പോൾ 9 × 9 എത്രയാണ്? 81 അല്ലേ? 81ന്റെ സം എത്രയാണ്? 8 + 1 എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. അവിടെ നമ്മുടെ വില്ലൻ ഇങ്ങനെ കിടന്ന് വിളയാടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ നമ്പറിന് ഒരു സ്പെഷ്യാലിറ്റി? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിക്കോള ടെസ്ലയുടെ ആ ഒരു ബിലീഫ് അനുസരിച്ച് 3, 6, 9 ഈ 3 നമ്പറുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അതായത് ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്ത സംഭവമില്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ സീക്രട്സ് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ശരിക്കും ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ 3 നമ്പേഴ്സും ബാക്കിയുള്ള നമ്പേഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അതിന്റെ ആ മാറി നിൽക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത്? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 1-2 സംശയങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തേക്കാം.
ഇപ്പൊ ഈ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ 1, 2, 3 അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു സംഭവം അല്ലേ എന്നുള്ള സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇതിപ്പോ നമ്പർ എന്നുള്ള സംഭവം നമ്മൾ ഇൻവെന്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും? മുറ്റത്ത് കുറെ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കാം, അപ്പോ അതെനിക്കിങ്ങനെ കൂട്ടി കൂട്ടി വെക്കണം. അപ്പൊ ഞാൻ ഒരു കല്ലെടുത്ത് കൊണ്ട് വെച്ചു. അപ്പൊ രണ്ടാമത് ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ ഞാൻ 2 കല്ലെടുത്ത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വെച്ചു. 3 കല്ല് വേണമെങ്കിൽ ഞാൻ 3 കല്ലെടുത്ത് മൂന്നാമത്തെ ഗ്രൂപ്പിൽ വെച്ചു. 4 കല്ല് വേണമെങ്കിൽ 4 കല്ലെടുത്ത് ഞാൻ 4ാമത്തെ ഗ്രൂപ്പിൽ വെച്ചു. അങ്ങനെ 9 വരെ ഇങ്ങനെ കൊണ്ടുപോകാം. ഞാനിപ്പോ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിംഗ് സിസ്റ്റം നമ്മുടെ യൂണിവേഴ്സിൽ എവിടെയൊക്കെ ഇന്റലിജന്റ് ലൈഫ് ഫോംസ് ഉണ്ടാവുന്നോ അവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ നിരത്തി വെച്ചിരിക്കുന്ന കല്ലുകളുടെ ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ അകത്തും ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ബാധകമാണ്. അതായത് 9 എന്ന് പറയുന്ന ആ ഒരു വില്ലൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരും കൺസീവ് ചെയ്യുന്ന സമയത്ത് സെൽസ് എങ്ങനെയാണ് ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതായത് ആദ്യം ഒരു സെല്ലാണ് ഉണ്ടാവും, അത് 2ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് പിന്നെ 4ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത അതേ സംഭവം അതേ പാറ്റേണിൽ തന്നെയല്ല അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് വെറും റാൻഡം ആയിട്ടുള്ള സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്ത് ശരിക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മിസ്റ്ററി തന്നെയാണ്. ഇതിപ്പോ നമ്പറിന്റെ അകത്തടക്കം മിസ്റ്ററി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് ഇത്രയും വലിയ പ്രപഞ്ച രഹസ്യം ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതൊക്കെ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ടായി, അതെന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.